ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് വെള്ളാപ്പ് എന്ന സ്ഥലത്താണ്. എനിക്ക് പിറകിലായി ദേ ഈ കാണുന്ന വീട് ഒരു സാധാരണ വീടല്ല. കഴിഞ്ഞ വർഷം മലയാള സിനിമയിൽ വലിയ വാണിജ്യ വിജയം നേടിയിട്ടുള്ള കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള വെള്ളാപ്പ് സലാം ഹാജി വധക്കേസിനെ കുറിച്ച് ആ സമയത്ത് കേരളം മുഴുവൻ ചർച്ച ചെയ്താണല്ലോ. സലാം ഹാജിയുടെ വെള്ളാപ്പിലെ വീട്ടിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2013 ആഗസ്റ്റ് 4 ഞായറാഴ്ച. റംസാനിലെ അതീവ പുണ്യമേറിയ 27-ാം രാവിലാണ് തൃക്കരിപ്പൂരിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ ആ ദാരുണ സംഭവം നടക്കുന്നത്. നാട്ടിലെ പ്രമുഖ പ്രവാസി വ്യവസായിയും പൊതുപ്രവർത്തകരുമായ അബ്ദുൽ സലാം ഹാജിയെ കൊള്ളസംഘം കൊലപ്പെടുത്തുന്നു. വിശുദ്ധ റംസാനിലെ പുലർക്കാല പ്രാർത്ഥനകൾക്കൊടുവിൽ വീട്ടിലേക്കെത്തിയ സലാം ഹാജിയെയും കുടുംബത്തെയും കാത്തിരുന്നത് അകന്ന കുടുംബാംഗങ്ങൾ ചേർന്നൊരുക്കിയ മരണക്കെണിയായിരുന്നു. കൊട്ടാര സമാനമായ അബ്ദുൽ സലാം ഹാജിയുടെ വീട് സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ മുൻനിരയിലായിരുന്നു. ഗേറ്റ് മുതൽ വീടിനകം വരെ മുഴുവൻ സുരക്ഷാ ക്യാമറകളുടെ നിരീക്ഷണത്തിൽ. എന്നാൽ അത്തരം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അതിവിദഗ്ധരായ കുറ്റവാളികൾക്ക് മുമ്പിൽ നിഷ്പ്രഭമായി പോയി. സഹായം തേടിയെത്തുന്ന എല്ലാവരെയും സ്വീകരിച്ചിരുത്തി ശീലമുള്ള സലാം ഹാജി അന്ന് അർദ്ധരാത്രി കയറി വന്ന അപ്രതീക്ഷിത അതിഥികളെയും ഇത്തരത്തിൽ വരവേൽക്കാനായി വാതിൽ തുറന്നു. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. മുഖംമൂടി ധരിച്ചെത്തിയ 8-അംഗ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടു. സിറ്റ് ഔട്ടിൽ വെച്ച് അബ്ദുൽ സലാം ഹാജിയെ കസേരയെടുത്ത് അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സംഘം അതിനുശേഷം അദ്ദേഹത്തെ അകത്തു കൊണ്ടുപോയി കസേരയിൽ കെട്ടിയിട്ട് മുഖത്ത് ഡക്ക് ടാപ്പ് കൊണ്ട് വെരിഞ്ഞു മുറുക്കി. ശ്വാസമെടുക്കാൻ കഴിയാതെ ഹാജി പതിയെ മരണത്തിന് കീഴടങ്ങി. അക്രമി സംഘത്തിന് വീട്ടിൽ നിന്ന് ലഭിച്ചത് 7 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും. ഹാജിയുടെ ഭാര്യയായ സുബൈദയും മക്കളായ സൂഫിയാനും സഫാനയും ആകെ പരിഭ്രാന്തരായി. സമചിത്തത വീണ്ടെടുത്ത സഫാന അയൽക്കാരെ വിവരമറിയിച്ചു. നാട്ടുകാർ വീട്ടിലേക്ക് ഓടിയെത്തി. വീട്ടിൽ മൂപ്പറക്കുന്ന ഡോറിൻ്റെ ആ ഭാഗത്ത് തന്നെ നിലത്ത് കൊണ്ട് കിടക്കുകയാണ്. ബന്ധുക്കളും മക്കളൊക്കെ ഉണ്ട്. ആരും ബോർഡ് തൊടുന്നില്ല. അവർ മരിച്ചിട്ടോ ഇല്ലോ എന്നൊരു സംശയത്തിൽ നിൽക്കുകയാണ്. അപ്പം ഞാനും എന്നെ ഫോൺ വിളിച്ചു സുഹൃത്തപ്പം അവിടെ എത്തി. ഞങ്ങൾ രണ്ടുപേരും ബാക്കി മകനും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇദ്ദേഹത്തെ എടുത്ത് എൻ്റെ സുഹൃത്തിൻ്റെ ആൾട്ടോ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ പൾസ് നോക്കുമ്പോൾ ഏതാണ്ട് വിട്ടുപോയിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് സ്ഥിരീകരിക്കുന്നത്. നീലേശ്വരം കോട്ടപ്പുറം ആനച്ചാൽ സ്വദേശികളായ മുഹമ്മദ് നൌഷാദ്, മുഹമ്മദ് റമീസ് എന്നിവരാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. ഇരുവരും ഹാജിയുടെ അകന്ന ബന്ധുക്കളുമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വ്യവസായം തുടങ്ങാൻ വേണ്ടിയുള്ള പണത്തിനായാണ് ഇവർ കവർച്ച ആസൂത്രണം ചെയ്തത്. മോഷണത്തിന് മുൻപ് പലതവണ ഇവരിവിടെ നിരീക്ഷണവും നടത്തി. അന്ന് രാത്രിയും ഈ സംഘം പലതവണ ഹാജിയുടെ വീടിന്റെ പരിസരത്തെത്തി. മഴ വന്നിട്ട് ഞാൻ മൂപ്പറെ ഇങ്ങനെ കാത്തിലിങ്ങനെ എൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു വെള്ള കാറ് വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് അന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഈ കള്ളന്മാർ ഇറക്കിയിട്ടാണ് പോകുന്നത്. അത് മനസ്സിലായത് പിറ്റേന്ന് പോലീസുകാർ ഈ കള്ളന്മാരെ തെളിവെടുപ്പിന് കൊണ്ടുവരാൻ ഇല കാണിച്ചു കൊടുക്കുന്നു. കയറിയ സ്ഥലം ഈ മുലയിലൂടെ 16 ദിവസങ്ങൾ നീണ്ട ഉദ്വേഗജനകമായ അന്വേഷണത്തിനൊടുവിൽ 6000 കിലോമീറ്റർ നീണ്ട യാത്രയ്ക്കൊടുവിൽ യഥാർത്ഥ കണ്ണൂർ സ്ക്വാഡ് പ്രതികളെ പിടികൂടി. 8 പ്രതികളെ പോലീസ് പിടികൂടിയെങ്കിലും ഒരാളെ കോടതി കുറ്റവിമുക്തനാക്കി. 7 പേർക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. ഇന്നിപ്പോൾ ഒരു പ്രേതഭവനം പോലെ അടഞ്ഞുകിടപ്പാണ് ഒരു കാലത്ത് ആയിരങ്ങൾ കത്താണിയായ സലാം ഹാജിയുടെ വീട്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ ദുരന്തയാത്രയുടെ ഓർമ്മ വെള്ളാപ്പുകാരുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായി മാഞ്ഞു തുടങ്ങിയിട്ടില്ല. സിനിമയിലൂടെയുള്ള പുനരാവിഷ്കാരം അവരുടെ ഓർമ്മകളെ പൂർണ്ണമായി കത്തിച്ചു. വെള്ളാപ്പിൽ നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.